ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 42ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഇന്ന് കാണുന്ന മതബോധന ക്ലാസ്സുകൾ, വിശ്വാസ പരിശീലന സംവിധാനം അത് രൂപം കൊണ്ടത് ഏത് നൂറ്റാണ്ടിലാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 16ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം ഉടലെടുത്തത്. ഒരു അഗസ്തീനിയൻ സന്യാസ വൈദികനായിരുന്ന മാർട്ടിൻ ലൂഥർ സഭയിലെ ചില അപജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് വന്നു. അദ്ദേഹം അപജയങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും യഥാർത്ഥത്തിൽ സഭയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നത് മാത്രമായിട്ട് അത് മാറിയില്ല. അപകടകരമായിട്ടുള്ള തെറ്റായ പഠനങ്ങളിലേക്കാണ് മാർട്ടിൻ ലൂഥറിൻ്റെ ആശയങ്ങൾ പലതും മുമ്പോട്ട് പോയത്. ഇപ്പോൾ തെറ്റായ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് പാഷണ്ഡതകളായിട്ട് രൂപം പ്രാപിക്കുകയാണ് ഉണ്ടായത്. ഈ പാഷണ്ഡതകൾ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തെറ്റായ പഠന ആശയങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ സഭ ആ തെറ്റായ പഠനങ്ങളെ പ്രതിരോധിക്കാനാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേദപാഠ ക്ലാസ്സുകൾ ക്രമീകരിച്ചതും അത് നടപ്പിലാക്കിയതും ഇന്ന് അത് തുടരുന്നതും. മാർട്ടിൻ ലൂഥറിൻ്റെ ചില ആശയങ്ങൾ ഇപ്രകാരമായിരുന്നു. പരിശുദ്ധ കുർബാന എന്നത് ഈശോ മിശിഹായുടെ ശരീരമല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പഠനമായിരുന്നു. പിന്നീട് അദ്ദേഹം ഉയർത്തി കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായിട്ട് ഒത്തുപോകാത്ത ബൈബിളിലെ 7 പുസ്തകങ്ങളെ അദ്ദേഹം ബൈബിളിൽ നിന്ന് ഒഴിവാക്കി. മറ്റൊരു പ്രധാന ആശയമായിട്ട് ഉയർന്നു വന്നത് പൗരോഹിത്യം, മെത്രാൻ പദവി, മാർപ്പാപ്പ തുടങ്ങിയ സഭയുടെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഭരണ സംവിധാനത്തെ അദ്ദേഹം മുഴുവനുമായിട്ട് നിരാകരിച്ചു. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് ലൂഥറിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് കടന്നു വന്ന പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ തന്നെ വൈദികരെയും ഡീക്കന്മാരെയും മെത്രാന്മാരെയൊക്കെ അവരുടെ സഭകളിൽ വാഴിക്കുന്നതാണ്. ഇത്തരണത്തിലുള്ള പഠനങ്ങൾ മാർട്ടിൻ ലൂഥറിൽ നിന്നുണ്ടായപ്പോൾ ഇത് സഭയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നതായിരുന്നില്ല. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന സഭയുടെ കേന്ദ്രീകൃത ആരാധന ശൈലിയായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരിക്കലും ലൂഥറിൻ്റെ പഠനങ്ങളോട് സഭയ്ക്ക് ഒത്തുചേർന്ന് പോകാൻ സാധിച്ചില്ല. ഇത്തരത്തിലുള്ള പാഷണ്ഡതകൾ ശക്തി പ്രാപിച്ചു വന്ന സമയത്ത് സഭ അതിനെ പ്രതിരോധിച്ചത് വിശ്വാസ സമൂഹത്തെ വിശ്വാസ അടിസ്ഥാന കാര്യങ്ങൾ ശക്തമായി പഠിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഈ പാഷണ്ഡതകൾ അഥവാ തെറ്റായ പഠനങ്ങൾ രൂപം കൊള്ളുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ, ഒന്നാമതായി അജ്ഞതയാണ്. രണ്ടാമതായി ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. മൂന്നാമതായി സഭയാകുന്ന സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതും. ഇവിടെയാണ് മതബോധനത്തിൻ്റെ, വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രസക്തി. എവിടെയാണോ വിശ്വാസ പരിശീലനത്തിന് കോട്ടം തട്ടുന്നത്, ശോഷണം സംഭവിക്കുന്നത്, അവിടെയെല്ലാം ആത്യന്തികമായിട്ട് പാഷണ്ഡതകൾ അഥവാ തെറ്റായ പഠനങ്ങൾ രൂപം കൊള്ളുന്നു. അതിനാൽ ഇന്നും മതബോധന ക്ലാസ്സുകൾ പ്രസക്തിയേറിയതാകുന്നു. സത്യവിശ്വാസം മനസ്സിലാക്കാനും തെറ്റുകൾ ഒഴിവാക്കാനും തലമുറ തോറും വിശ്വാസം കൈമാറ്റം ചെയ്യുന്നതിനും മതബോധന ക്ലാസ്സുകൾ, വിശ്വാസ പരിശീലന കളരികൾ ഏറെ സഹായകമാകുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള തെറ്റായ പഠനങ്ങളെ പ്രതിരോധിക്കാൻ സഭ കണ്ടെത്തിയ മാർഗങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഇന്ന് കാണുന്ന മതബോധന ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഇടയായതും ഇന്നും അത് ശക്തമായ രീതിയിൽ വിശ്വാസ കൈമാറ്റത്തിനും യഥാർത്ഥ വിശ്വാസത്തെ മനസ്സിലാക്കാനും ഉപകരിക്കുന്ന രീതിയിൽ മതബോധന ക്ലാസ്സുകൾ നിലകൊള്ളുന്നതും.